ധന്യ. എന്താ പറയാനുള്ളത്? ഞാൻ നേരത്തെ ഒരു അനുഭവം എഴുതിയിരുന്നു. ഇതെന്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ആയിപ്പോയി. സാറ് പറഞ്ഞു ഓർമ്മിപ്പിക്കണേ എന്ന്. എനിക്ക് 2 ആൺമക്കളാണ്. അതില് ഇളയ ആളിനൊരു ഇൻഫെക്ഷൻ വന്നു. ബ്ലഡ് ടെസ്റ്റ് ചെയ്തു. സ്കാൻ എടുക്കണം. 5 ദിവസം കഴിഞ്ഞ് കുറഞ്ഞില്ലെങ്കിലെന്ന് പറഞ്ഞുട്ടോ ഡോക്ടർ. അവന് ശരീരത്തിലൊരു തടിപ്പുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കണ്ണനെ വിളിച്ചുകൊണ്ടേയിരുന്നു. 5 ദിവസം കഴിഞ്ഞ് ചെന്നപ്പോൾ എല്ലാ പ്രശ്നവും മാറി. ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല. വേറെ ടെസ്റ്റ് ഒന്നും വേണ്ടാന്ന്. എനിക്ക് എന്തുമാത്രം സമാധാനായെന്നോ. ഞാൻ അന്ന് ഈ അസുഖമായി പോയപ്പോൾ പറഞ്ഞിരുന്നു മോൻ്റെ അസുഖം മാറ്റിത്തരണേ പൊന്നുണ്ണി. ഈ കാര്യം ത്രിമധുരത്തിലൂടെ പറയാമെന്ന്. സാറ് ദയവായി ഇത് ഉൾപ്പെടുത്തണേ. ഞാനേ കുറച്ച് ലൈനിലാണ് അയച്ചതെങ്കിലും ഇത്തരം അനുഭവങ്ങളൊക്കെ പറയാൻ കാരണം എന്താണെന്നറിയോ? ഓരോ അമ്മമാരുടെ വേദനയും സങ്കടവുമാണ് അനുഭവങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ അത് പറഞ്ഞില്ലെങ്കില് അത് വലിയ കുറ്റബോധം എനിക്കുണ്ടാവും മനസ്സില്. ചെറിയ വാക്കുകളിലാണ് അയച്ചെന്നത്. അത് പറയണോ വേണ്ടയോ എന്നൊന്നും എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ കയ്യിലുണ്ട്. നിങ്ങളൊക്കെ ക്ഷമിക്കുക. സമയമാവുമ്പോൾ എല്ലാവരുടേതും എത്തും. ഞാൻ വാട്സപ്പ് ഗ്രൂപ്പിൽ വരാൻ പറയുന്നത് അതുകൊണ്ടാണ്. മെമ്പർഷിപ്പ് എടുത്തിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഉണ്ടാവും ആരുടേതാണ് പറഞ്ഞത്. ഞാനിതൊക്കെ സേവ് ചെയ്യുമല്ലോ. അതുകൊണ്ടാണ് പറയുന്നത്. അല്ലാത്തവരുടേതും പറയും. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ടൈം. ഓക്കെ. അപ്പം കാത്തിരിക്കാം. ഹരേ കൃഷ്ണ.